സംസ്ഥാനത്ത് ഈ മാസം സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും സംസ്ഥാനത്ത് പലയിടത്തും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതേസമയം നീണ്ടുനിൽക്കുന്ന ശക്തമായ മഴയില്ലാത്ത സാഹചര്യത്തിൽ ചൂടിന് ശമനമുണ്ടാകില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യകേരളത്തിലാണ് മഴ കൂടുതൽ ലഭിക്കുവാൻ സാധ്യതയുള്ളത്. വടക്കൻ ജില്ലകളിൽ മഴ കുറഞ്ഞേക്കാം. കിഴക്കൻ കാറ്റിന്റെ സ്വാധീനത്താലാണ് മധ്യ തെക്കൻ ജില്ലകളിൽ മഴ പെയ്യുക. ഇന്ന് കേരള തീരത്തും ഇന്നും നാളെയും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, മധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം, അതിനോട് ചേർന്ന് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, മാലദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം കിഴക്കൻ മലയോര മേഖലയിലും ചുട്ടുപൊള്ളുന്ന വേനലിന് കുളിരേകി വേനൽമഴ പെയ്തിറങ്ങി. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലും ഇന്നലെ ഉച്ചയോടെയുമാണ് വേനൽമഴ തിമിർത്തു പെയ്തത്. പുനലൂരിലും സമീപ പ്രദേശങ്ങളിലും 2 ആഴ്ച മുൻപ് 38.06 ഡിഗ്രി സെൽഷ്യസ് പകൽ താപനില രേഖപ്പെടുത്തിയിരുന്നു. വേനൽമഴ പെയ്തതോടെ ഇതിന് ആശ്വാസമായിട്ടുണ്ടെങ്കിലും ശക്തമായ വേനൽമഴയെ തുടർന്ന് ആര്യങ്കാവ്, പാലുരുവി ജലപാതയിലും നീരൊഴുക്ക് വർദ്ധിച്ചു. ഇതിനൊപ്പം തമിഴ്നാട് കുറ്റാലത്തും പരിസര പ്രദേശങ്ങളിലും കനത്ത വേനൽമഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തത്. ഇതോടെ തമിഴ്നാട്ടിലെ വനമേഖലകളിൽ നിന്ന് മലവെള്ളം ഒഴുകിയെത്തി കുറ്റാലത്ത് ശക്തമായ വെള്ളച്ചാട്ടമാണ് അനുഭവപ്പെട്ടത്. കുറ്റാലത്തെ മലനിരക്കുകളിലെ പാറക്കെട്ടുകളിൽ 200 അടിയോളം ഉയരത്തിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് അനുഭവപ്പെട്ടത്. ഇത് കണക്കിലെടുത്ത് ഇവിടെ കുളിക്കുന്നതിനും മറ്റും അധികൃതർ താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പാലുരുവി ജലപാതയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.